ഇന്നൊരു അവധി ദിവസമായതുകൊണ്ട് കാലത്ത് ഒരു 5:30 ആയപ്പോൾ എഴുന്നേറ്റ് ഒരു ട്രിപ്പ് പിടിക്കാമെന്ന് വിചാരിച്ചു. മാണിക്കച്ചിറകുള്ള ഭാരത്തു കോരിയുള്ള വായാടി പക്ഷിക്കൂട്ടം വന്നുപോയി. കാടൊന്നു കാണാനായി കൂടൊന്നു കൂട്ടാനായി ആകാശപ്പുഴ നീന്തി കുതിച്ചുപോയി. കണ്ടു മലനിര, കണ്ടു താഴ്വര, മാമരം കണ്ടേ, ചോല കണ്ടേ, ഇലകൾ കണ്ടേ, കായ്കളും തന്തിരത്താനേ താനാനേ തന്തിരത്താനിന്നാനിന്നാനേ. ഇപ്പം നിങ്ങൾ ചോദിക്കും ഇതേതാ ലൊക്കേഷൻ എന്ന്. ഇത് നിങ്ങളെല്ലാവരും പോയേക്കുന്ന, ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം പോയേക്കുന്ന നമ്മുടെ സ്വന്തം മൂന്നാർ തന്നെയാണ്. പക്ഷേ മൂന്നാർ നല്ല തണുപ്പത്ത് ബൈക്കുമ്മ വരുമ്പോഴുള്ളൊരു എക്സ്പീരിയൻസ് അത് വേറെ തന്നെയാണ്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസും ഞങ്ങളുടെ ഇന്നത്തെ ഫുൾ പരിപാടി എന്താണെന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ പറഞ്ഞുതരാൻ പോണേ. വാഗപ്പൂവിൻ കുട കണ്ടു മണിയിലങ്ങി തറകളും മാനോടും മുണ്ടേ തേൻ കൂടുമുണ്ടേ കിളികൾ പലകുണ്ടേ. ഞങ്ങൾ എല്ലാ പ്രാവശ്യവും മൂന്നാർ വരുമ്പോൾ ഫസ്റ്റ് നിർത്തുന്ന സ്പോട്ടാണിത്. ഇവിടെ ഒരു കുഞ്ഞ് ചായക്കടയുണ്ട്. അവിടെ നമുക്ക് നല്ല അടിപൊളി ചായയോ കോഫിയോ എന്താ വേണ്ടതെന്ന് വെച്ചാൽ കിട്ടും. അതുപോലെ ഇവർക്ക് ഇവിടെ മൊമോസ് ഉണ്ട്. ഫ്രൈഡ് മൊമോസും സ്റ്റീംഡ് മൊമോസൊക്കെ കിട്ടും. അപ്പം നമ്മൾ മൂന്നാർക്കുള്ള യാത്ര തുടങ്ങുമ്പോൾ ഫസ്റ്റ് ഭക്ഷണം കഴിക്കുന്ന ഒരു സ്പോട്ട് ഇതാണ്. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ പണ്ടത്തെ, അതിൻ്റെ മുഴുവൻ ഡീറ്റെയിൽ എനിക്കറിയില്ല, ഞാനത് വായിച്ചു നോക്കിയിട്ടുണ്ട്, പക്ഷെ ഇപ്പം എൻ്റെ ഓർമ്മയില്ല. അവിടെ ഒരു പഴയ ട്രെയിനിൻ്റെ ഫ്രണ്ട് എൻജിൻ ഭാഗം കൊണ്ടുവന്നിട്ട് അവർ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് ഇങ്ങനെ ആൾക്കാരൊക്കെ വന്ന കാരണം കുറച്ചൊരു ആംബിയൻസിന് വേണ്ടിയിട്ട് അതിൻ്റെ മുകളിലേക്ക് അവർ നമുക്ക് കയറി നിൽക്കാനുള്ള ഒരു എന്താ പറയുക, ഒരു വ്യൂ പോയിൻ്റ് പോലെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം, എൽസ കുറേ ആയി അതിൻ്റെ മുകളിലേക്കൊക്കെ കയറിയിട്ട്, അപ്പോൾ അവിടെ വന്ന് ഞങ്ങൾ കുറച്ച് നേരം അതിൻ്റെ മുകളിലൊക്കെ സ്പെൻഡ് ചെയ്ത് ചായയൊക്കെ കുടിച്ച് ആ മൂന്നാറിൻ്റെ ഒരു ഫ്രഷ് എയറൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്, അതൊക്കെ ആസ്വദിച്ചത് നമ്മൾ ഇവിടെ നിന്നാണ്. കൂട്ടം വന്നു പോയി, പാടുന്നു കാണാനായി, കൂടുന്നു കൂട്ടാനായി, ആകാശപ്പുഴ നീന്തി കുതിച്ചു പോയി. കണ്ടു മലനിര, കണ്ടു താഴ്വര, മാമരം കണ്ടേ, ചോല കണ്ടേ, ഇലകൾ കണ്ടേ, കായ്കളും തന്തിരത്താനേ താനാനേ തന്തിരത്താനിന്നാനിന്നാനേ തന്തിരത്താനേ താനാനേ തന്തിരത്താനിന്നാനിന്നാനേ. അങ്ങനെ കുറച്ച് നേരത്തെ ലോങ് ഡ്രൈവിന് ശേഷം ഏകദേശം ഒരു 8:30-9 മണി ആയി കഴിഞ്ഞപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇത് മൂന്നാർ പോണവർക്കൊക്കെ പൊതുവെ അറിയാവുന്നൊരു ഷോപ്പ് തന്നെയാണ്. ഒരു ചെറിയ ബേക്കറിയും ഒരു ഹോട്ടലൂടി കൂടിയ അത്യാവശ്യം മലയാളീസൊക്കെ ഭക്ഷണം കഴിക്കുന്നൊരു സ്പോട്ടാണ്. ഞങ്ങളപ്പോൾ വിശന്ന രാവിലെ അവിടെ കയറി. ഞാൻ പൂരിയും അതുപോലെ അതിന് പറ്റിയ സാമ്പാറും തേങ്ങ ചമ്മന്തിയൊക്കെ പറഞ്ഞു. എൽസ ഒരു ഊത്തപ്പം, പിന്നെ അതിൻ്റെ ഒപ്പമുള്ള കോമ്പിനേഷൻ കറികളും പറഞ്ഞു. രണ്ടും നല്ലതായിരുന്നു. അതായത് രാവിലെ തന്നെ പൂരിയും നല്ല ചൂടുള്ള സാമ്പാറും ചട്നിയൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ. അടിപൊളിയായിട്ട് ഫുഡ് കഴിച്ചു. നിങ്ങൾ മൂന്നാറൊക്കെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ്. അത്യാവശ്യം ന്യായമായ വിലയുള്ളൂ, വൃത്തിയുണ്ട്, അതുപോലെ നല്ല ടേസ്റ്റുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ നിന്ന് കഴിക്കാൻ പറ്റും കേട്ടോ. ഫ്രണ്ട്സായിട്ടോ ഫാമിലിയൊക്കെ ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷന് വേണ്ടിയിട്ട് തപ്പി നടക്കണ്ട. ഈ ഹോട്ടലൊരു
ബെസ്റ്റ് ഓപ്ഷനാണ്. ഞങ്ങൾ പല പ്രാവശ്യം കയറിയിട്ടുള്ളതുകൊണ്ടാണ് ഇത് സജസ്റ്റ് ചെയ്യണേ. ഞങ്ങൾ ഇവിടെ നിന്ന് കഴിച്ച ഐറ്റംസ് എന്തൊക്കെയാണെന്ന് ഞങ്ങൾ പറഞ്ഞല്ലോ. അപ്പോൾ മൊത്തം നമുക്ക് വന്നേക്കുന്ന ബില്ലെന്ന് പറഞ്ഞാൽ ഏകദേശം 150 രൂപയാണ് ആയിട്ടുള്ളൂ. ബില്ലൊക്കെ സെറ്റിൽ ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ നേരെ മൂന്നാർ ടൗണിലേക്ക് പോയി. ഇവിടെ റിപ്പിളിൻ്റെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട്, അവരുടെ ഒരു ചെറിയൊരു ഔട്ട്ലെറ്റ് ഉണ്ട്. അപ്പോൾ നമ്മളെപ്പോൾ മൂന്നാർ വന്നാലും ഇവിടെ നിന്ന് ഒരു 2 കിലോ ചായപ്പൊടി മേടിച്ച് വീട്ടിൽ കൊണ്ടുപോകും. അതുപോലെ ഇവരുടെ ഒരു ഏലക്കായിട്ട് ചായ കിട്ടും, ആ ചായയും കുടിച്ചിട്ടാണ് നമ്മൾ പോവാറ്. പലപ്പോഴും ഇവിടെ വരുമ്പോൾ ഇവരുടെ ഒരു ബ്രൗണി കഴിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്, ഇതുവരെ പറ്റിയിട്ടില്ല. നിങ്ങളിവിടെ ചെല്ലുമ്പോൾ ഇവിടെ ബ്രൗണി ഉള്ള ടൈമാണെങ്കിൽ ഉറപ്പായിട്ടും മേടിച്ച് കഴിക്കണം കേട്ടോ. കാര്യം അവരവിടെ ഇൻഹൗസ് അവർ കുക്ക് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര ഫ്രഷ് ആയിരിക്കും, ചൂടോടെ ഭയങ്കര ക്രിസ്പി ആയിട്ടിരിക്കുന്ന ബ്രൗണീസ് കിട്ടും. ഞങ്ങൾ ചെന്നപ്പോഴേക്കും ബ്രൗണീസ് തീർന്നായിരുന്നു. അതുകൊണ്ട് ഇപ്രാവശ്യം നമുക്ക് കിട്ടിയില്ല. പക്ഷെ നമ്മൾ നമ്മുടെ ആഗ്രഹവും നമ്മുടെ ലക്ഷ്യവും കൈവിടില്ല. നമ്മൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഉറപ്പായിട്ടും ബ്രൗണി കഴിക്കണ വീഡിയോ ഇട്ടിരിക്കും. ഞങ്ങൾ അതിനുശേഷം അവിടുത്തെ നോർമൽ പർച്ചേസിങ് പരിപാടിയൊക്കെ തീർത്ത് എനിക്ക് അവിടുത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ഏലക്കായിട്ട ചായയും അവരുടെ റിപ്പിളിൻ്റെ തേയിലത്തോട്ടത്തിൽ ഉണ്ടാവുന്ന ഇല എടുത്തിട്ട് അത് ഉണക്കി അതിൻ്റെ പൊടി വെച്ചിട്ടുണ്ടാക്കുന്ന ചായ അടിപൊളിയാണ്. പക്ഷെ ഇപ്പം ചെറിയൊരു പ്രശ്നം പറ്റിയുണ്ട്. ഇത്ര നാൾ മാനുവലി തന്നുകൊണ്ടിരുന്നോടത്ത് ഇപ്പം മെഷീൻ ടീ ആണ്. അതിൻ്റെ ഒരു ക്വാളിറ്റി കുറവുണ്ട്. ആ ഡിക്കോഷൻ കറക്റ്റ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പഴയ പോലെ നല്ല അടിപൊളി ചായ കിട്ടും. ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള മൂന്നാർ പോകുമ്പോൾ നമ്മളെ ഏറ്റവും ഹാപ്പി ആക്കുന്ന ഒരു ഡെസ്റ്റിനേഷൻ നമ്മളുടെ ഗ്യാപ്പ് റോഡ്. നമ്മൾ ഗ്യാപ്പ് റോഡിൽ കൂടെ ഞങ്ങൾ രണ്ടുപേരും ബൈക്കിൽ കുറേ നേരം വണ്ടി ഓടിച്ചിങ്ങനെ പോയി. അത് കഴിഞ്ഞ് കോടയൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് ഹാപ്പി ആയിട്ട് തിരിച്ചു വന്നു.